അപ്പോൾ ഇതേ ഞാൻ ആലങ്ങാട് ഉള്ളത്, ഇതേ ആലങ്ങാട് പള്ളി ഇതേ ഫ്രണ്ടിലായിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇവിടെ പൈപ്പിൻ്റെയൊക്കെ കുഴിച്ചിട്ടേക്കാണ്. പക്ഷേ ഇതേ ഒരു ലൈറ്റ് പോലും ഇവിടെ വെച്ചിട്ടില്ല. കണ്ട, ഇതൊക്കെ ഇതേ ഒന്നും പറയാനില്ല. ഇതേപോലെ നമ്മൾ ബൈക്കിനൊക്കെ വരുമ്പോൾ നേരെ കുഴിയിലേക്ക് അങ്ങോട്ട് വീഴും. അപ്പോൾ ഒരുപാട് ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. പക്ഷേ രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരാളും കാണൂല. കണ്ട, ഇരുട്ടുണ്ടോ. അപ്പോൾ ഇതേ ആലങ്ങാടുള്ള പഞ്ചായത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണാം. അല്ലെങ്കിൽ ആലങ്ങാട് തൊട്ട് തിരുവാലൂർ വരെയും ഇങ്ങനെ തന്നെ കാണിച്ചു വെച്ചേക്കണത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ അവസ്ഥയെന്ന്. കാരണം നൈറ്റ് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വരാം. കാരണം ഇതേപോലെ ഒന്നും ഇനി നാളെ തൊട്ടൊന്നും വെക്കരുത്. ആകെ ഒരു സ്ഥലത്ത് മാത്രം ലൈറ്റ് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കുഴികളിലൊന്നും വെച്ചിട്ടില്ല. ഇവിടെ കാണിക്കാനുണ്ട് ലൈറ്റ്. ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. തിരുവാലൂർക്ക് പോകുന്ന വഴിയുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെയും കുഴിയുണ്ട്, ഇവിടെയും ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക. കണ്ടതേ വളവിൻ്റെ ഇവിടെ കണ്ട, ജസ്റ്റ് ഒരു ലൈറ്റ് പോലും വെച്ചിട്ടില്ല ഇവിടെ. വളവിൻ്റെ ഇവിടെ കണ്ട, ഒരു ലൈറ്റ് പോലും വെച്ചിട്ടില്ല. ഒരുപാട് വണ്ടികൾ നൈറ്റൊക്കെ പോകുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കുഴിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപകടങ്ങളൊക്കെ പറ്റും. അപ്പോൾ ആലങ്ങാട് തൊട്ട് തിരുവാലൂർ വരെ ഞങ്ങളിപ്പോൾ വന്നേക്കണത്. അപ്പോൾ ഒരു ലൈറ്റ് പോലും വെച്ചില്ല. ആകെ ഒരു ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, വേറെ ഒരു കുഴിയുടെ അവിടെ ഒന്നും വെച്ചില്ല. ഇത് പ്രധാന വലിയൊരു വളവാണ്, തിരുവാലൂർ ഇവിടുത്തെ വളവാണിത്. ഇത് പരിചയമില്ലാത്ത ഒരാളൊക്കെ ആണെങ്കിൽ നേരെ കുഴിയിലേക്ക് പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് നടപടിയൊക്കെ എടുക്കുക. ഈ വീഡിയോ മാക്സിമം അപ്പം നിങ്ങൾ ഷെയർ ചെയ്യണം. നമുക്കിതിനെതിരെ നടപടിയൊക്കെ എടുക്കണം. കാരണം അല്ലെങ്കിൽ ഒരാളുടെ ജീവനും റോട്ടിൽ ഇങ്ങനെ പൊലിയാൻ പാടില്ല. അപ്പോൾ ഞാൻ എടുത്തു പറയണേ. അപ്പം മാക്സിമം ഷെയർ ചെയ്ത് ഇത് ആലങ്ങാട് പഞ്ചായത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെതിരെ നടപടി എടുക്കണം. നാളെ തന്നെ എടുക്കണം. കാരണം ഇത് ഇനിയും വൈകാൻ പാടില്ല. കാരണം റോട്ടിൽ പോകണ ആർക്കും ഇത് അപകടം സംഭവിക്കുക. നമ്മുടെ നാട്ടിൽ കൂടെ ആര് വന്നാലും ആര് പോയാലും ഇത് അപകടം സംഭവിക്കുക. അപ്പോൾ എല്ലാവരും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം. ഓക്കെ, ബൈ.